ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ നോമ്പിൻ്റെ ഫസ്റ്റ് ദിവസത്തെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അന്ന് രാവിലെ തന്നെ പണികളൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് അങ്ങാടി പോകണ്ടായി, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനും മോളും ഇങ്ങനെ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് 10:15 ഇവിടെ ഒരു ബസ് ഉണ്ട്. അപ്പോഴേക്കും ഞാൻ എൻ്റെ എല്ലാ പണികളും കഴിച്ചിട്ട് ഞാനും മോളും പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. ഇവിടെ അടുത്ത് തന്നെ ഇട്ട് അങ്ങാടി ഒരു മിനിമം ചാർജ് കൊടുത്ത് പോകണം ബസ്സിന്. അപ്പോൾ ഞാൻ ആ സമയമായപ്പോഴത്തേനും ഒരുങ്ങി ഇങ്ങനെ ബസ്സിന് വെയിറ്റ് ചെയ്ത് നിൽക്കാണ്ട് ഞാനും മോളും. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ട്, ഇപ്പോൾ നോമ്പ് തുടങ്ങിയല്ലേ. അപ്പം ഇനി കോഴി, അതുപോലെ ഇറച്ചി, അതുപോലെ കുറച്ച് പച്ചക്കറി, പിന്നെ കുറച്ച് സമൂസൻ്റെ എല്ലാം വാങ്ങണം. അതൊന്നും വാങ്ങി വെച്ചിട്ടില്ലേനു. അല്ലാത്ത സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്, കേട് വരാത്തൊക്കെ. അപ്പോൾ ഇങ്ങനെ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ വാങ്ങാണ്ട്, പിന്നെ കുറച്ച് പച്ചക്കറി, പിന്നെ ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങാണ്ട്. അപ്പോൾ ഏതായാലും നോമ്പ് തുടങ്ങിയിട്ട് എന്നിട്ട് പോകാൻ വിചാരിച്ചിരിക്കുന്നു. അല്ലാതെ വാങ്ങി വെച്ചിട്ട് കാര്യമില്ലല്ലോ, അതൊക്കെ കേട് വന്ന് പോണ സാധനങ്ങളല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് തന്നെ പോണത്. അപ്പോൾ ഞാനതൊരു പ്ലാൻ ചെയ്തിരുന്നു, ആദ്യത്തെ നോമ്പിന് എന്തായാലും പോകണം എന്നൊക്കെ. അപ്പോൾ ഞാനും മോളിങ്ങനെ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ബസ് ഇപ്പോൾ വരും. പിന്നെ ബസ് വരുന്നതൊന്നും ഞങ്ങൾക്ക് വീഡിയോയിൽ കിട്ടിയിട്ടില്ല. ഞാൻ ബസ്സിൽ കയറിയിട്ട് ബസ്സിൽ കയറി ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. ബസ്സിൽ കയറിയിട്ട് പിന്നെ വീഡിയോ എടുക്കണേ. പിന്നെ അങ്ങാടി എത്തിയിട്ട് വീഡിയോ എടുക്കും. പിന്നീട്ടൊന്നും നമ്മൾ സാധനം വാങ്ങണമെന്ന് എടുക്കണില്ല കേട്ടോ. കാരണം അപ്പോഴത്തേനൊക്കെ കയ്യിൽ ഇങ്ങനെ എന്താ പറയുക, സാധനങ്ങൾ ഇങ്ങനെ കൂടുമ്പോൾ എനിക്ക് ഫോണൊന്നും പിടിക്കാനുള്ളതില്ല. അതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ഫസ്റ്റ് ഞാൻ പോണത് മോൾക്ക് ചെരുപ്പ് വാങ്ങാണ്ടായിരുന്നു. അവളെ പുറത്തു കൂടെ ഇടുന്ന ചെരുപ്പ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങാൻ ഫസ്റ്റ് ഞാൻ അതിനാണ് കേട്ടോ പോണത്, ചെരുപ്പ് വാങ്ങാൻ. അപ്പോൾ ഒരു ചെറിയൊരു അബായി ചെരുപ്പ് വരുന്നു, 100 രൂപേൻ്റെ അബായി ചെരുപ്പാണ് വാങ്ങിയത്. അപ്പോൾ സിസ്കോൻ്റെ തന്നെ വേണമെന്നൊക്കെ പറഞ്ഞു അവളെ ഫ്രണ്ടിനുണ്ട്. അപ്പോൾ അതന്നെ വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ ഞങ്ങൾ അതൊക്കെ വാങ്ങി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് അതാണ് വാങ്ങിയത്. ഇതൊന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇതാ സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഇതിനൊക്കെ ഇതോരോ പാത്രത്തിലാക്കി വെക്കണം. ബീഫും ഒക്കെ ആയതുകൊണ്ട് തന്നെ അപ്പോൾ തന്നെ എടുത്ത് വെച്ചിട്ടില്ല, ഇങ്ങനെ പെട്ടെന്ന് കേട് വരും. അപ്പോൾ ഞാൻ വന്ന ഉടനെ തന്നെ ഓരോ പാത്രങ്ങളിലേക്ക് ആക്കുകയാണ്. ബീഫ് വേറെ, ചിക്കൻ വേറെ. പിന്നെ കുറച്ച് പച്ചക്കറി ഉണ്ടാക്കാൻ മാറ്റി വെച്ചു. പാലുണ്ട്, പാല് വാങ്ങിക്കണ്. അപ്പോൾ ജ്യൂസ് അടിക്കുക വിചാരിച്ചിങ്ങാണ്ടാണ് പാലൊക്കെ വാങ്ങിയത്. മാങ്ങയുണ്ട്. പിന്നെ ഫ്രൂട്ട്സ് ആയിട്ട് വത്തയ്ക്ക് മാങ്ങ തന്നെ വാങ്ങിയിട്ടുള്ളൂ, അല്ലാത്തതൊന്നും വാങ്ങിയിട്ടില്ല. അപ്പോൾ അതവിടെ മാറ്റി വെച്ചു. പിന്നെ ഉള്ളത് ബീഫ്, ചിക്കനൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഇനി സെപ്പറേറ്റ് ചെയ്ത് വെക്കണം. അങ്ങനെ അത്താഴത്തിന് വേറെ, കറിക്ക് വേറെ. അപ്പോൾ അങ്ങനെ ചെയ്ത് വെക്കുകയാണ്. ഇതൊരു ദിവസത്തിനുള്ളതൊന്നുമല്ല കേട്ടോ, കുറച്ച് ദിവസത്തിനുണ്ടാകും. അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത കൊണ്ടുവരാൻ വിചാരിച്ചിരിക്കുകയാണ്. അല്ലാതെ എപ്പോഴും ഒന്നും പോക്ക് നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ കുറച്ച് അധികം വാങ്ങി വെക്കും. എന്നിട്ട് ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വെക്കും. നമുക്ക് ആവശ്യത്തിനുള്ളത് എന്നിട്ട് ഇങ്ങനെ എടുക്കലാണ് ചെയ്യുക. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കണം. അതിനകത്തൊക്കെ ആക്കി വെച്ചു. ഇനി നമുക്ക് വേണ്ടത് പച്ചക്കറികളാണ്. പച്ചക്കറികളും ആ പാത്രത്തിലാക്കണം. പച്ചക്കറീൻ്റെ കൊട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ കൊട്ടിലിടുന്നതൊക്കെയാണ് കൊട്ടിക്ക് വെക്കുകയാണ്. അപ്പോൾ പിന്നെ കൊട്ടിലിടുന്നത് വെല്ലുള്ളി, ഉരുളൻകിഴങ്ങ്, നമ്മളെ ഉള്ളി ഐറ്റംസൊക്കെ ഇതിലിട്ട് കേട്ടോ, കേട് വരാത്തൊക്കെ. തക്കാളി, പച്ചമുളകൊക്കെ ഫ്രിഡ്ജിൽ തന്നെ വെക്കുക. അപ്പോൾ ഇഞ്ചി ഞാൻ ഉള്ളിക്കൂടി തന്നെ ഇട്ട് വെക്കുക. അപ്പോൾ ഞാൻ പച്ചമുളക് ഇടുന്നതും തക്കാളിൻ്റെ പാത്രം മോളോട് ഇങ്ങനെ കൊണ്ടുവരാൻ പറഞ്ഞതാണ്. അപ്പോൾ അതിൽ നിന്ന് തുടച്ചിട്ട് അത് വേണം അതിലേക്കൊക്കെ മാറ്റി വെക്കണം. പിന്നെ അതിലുള്ളത് കുറച്ച് പയറാണ് കേട്ടോ. പയർ ഞാൻ പെലച്ചേക്കാണെങ്കിൽ ഉപ്പേരിയൊക്കെ വിചാരിച്ചാണ്ട് അത് കുറച്ച് വാങ്ങിയതാണ്. അപ്പോൾ അത് ഞാൻ കവർ തന്നെ കെട്ടി വെക്കുകയാണ്. അങ്ങനെ ആകുമ്പോൾ കേട് വരില്ല. പിന്നെ മാങ്ങ, അത് പിന്നെ മോള് കണ്ടപ്പോൾ ഒന്ന് വാങ്ങിയതാണ്, ഓക്ക് വേണം പറഞ്ഞപ്പോൾ അങ്ങനെ വാങ്ങിയതാണ്. പിന്നെ മുളകിൻ്റെയും തക്കാളിൻ്റെ പാത്രമൊക്കെ ഒന്ന് തുടച്ചിങ്ങാണ്ടാണ് അതിലേക്ക് ഇനി ഇട്ട് വെക്കുക. പഴയതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. പഴയതൊക്കെ ഇനി ഫസ്റ്റ് ഇടാം, എന്നാൽ നമുക്ക് ഫസ്റ്റ് എടുക്കാമല്ലോ. തക്കാളിയും പച്ചമുളകൊക്കെ ഇങ്ങനെ അതിൻ്റെ പാത്രത്തിലാക്കിയിട്ടുണ്ട്. പച്ചമുളക് ഞാൻ ഞെട്ടി കളഞ്ഞിട്ടാണ് നമ്മൾ പാത്രത്തിലാക്കുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ അങ്ങനെ ഞെട്ടി കളഞ്ഞു വെച്ചാൽ പെട്ടെന്ന് കേട്ടില്ല എന്നൊക്കെ പറയണേക്കാം. അപ്പോൾ അതും അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം അവിടേക്ക് ഒന്ന് വൃത്തിയാക്കിട്ടോ. ഞാൻ വൃത്തിയാക്കി പോയതേനു. പിന്നെ നമ്മൾ പച്ചക്കറീൻ്റെ കുറച്ച് ഇങ്ങനെ ഇതൊക്കെ വേസ്റ്റൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് മാറ്റിയാണ്. അപ്പോൾ അങ്ങനെ അതും കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ തക്കാളിയും പച്ചമുളകൊക്കെ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചു. ഇനി നമ്മൾ വൈകുന്നേരത്തെ പരിപാടികളാണ് കാണിക്കാൻ പോണത്. വൈകിട്ട് അസറിന് ശേഷം നമ്മൾ അടുക്കളയിൽ വന്നിട്ടുണ്ട്. പിന്നെ ബീഫ് അതാ കറിന്ന് വെക്കാൻ വിചാരിച്ചത്. അപ്പോൾ അത് അടുപ്പത്തുണ്ട്. പിന്നെന്താ, പത്തിരിക്ക് കുഴച്ചിട്ടുണ്ട്. അങ്ങനെ പല പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പകുതി കഴിക്കുമ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ പൊക്കവടക്കുള്ളതാണ് മാവ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു കടലമാവ് ഞാൻ വീട്ടിലുണ്ടാക്കിയാണ് കേട്ടോ. ഏതോ ഒരു കുറി ഞങ്ങൾക്ക് വെള്ളക്കടലേനു കിട്ടിയത് കിറ്റിൽ. അപ്പോൾ അത് പൊടിച്ചതാണ്. ഇതിന് മുൻപ് ഞാൻ ചുവന്ന കടലല്ലേ, ചുവപ്പ് കടല കൊണ്ട് ഇങ്ങനെ പൊടി ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിന് തൊലി കളയാത്തതുകൊണ്ട് ആ തൊലി ഇങ്ങനെ പൊന്തി നിൽക്കും, ഒരു കറുപ്പ് ഇങ്ങനെ ആയിട്ട്. പക്ഷേ ഈ വെള്ളക്കടലൊക്കെ ആ പ്രശ്നമല്ല കേട്ടോ. കാരണം വെള്ളക്കടലിൻ്റെ തൊലി
വെള്ള കളറായതുകൊണ്ട് വലിയ പ്രശ്നമല്ല. നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ അതേ രൂപത്തിൽ തന്നെ കേട്ടോ, അതേ ടേസ്റ്റും ഒക്കെ തന്നെയാണ്. നമ്മൾ സോഫ്റ്റായിട്ടൊക്കെ കിട്ടുന്നുണ്ട്. നമ്മളിത് പൊടിക്കുന്നതിന് മുമ്പ് നന്നായിട്ട് കഴുകിയാണ്ട് കുറച്ച് നേരം ഒരു അരമണിക്കൂറൊക്കെ വെള്ളത്തിലിട്ടുകാണ്ട്, വെള്ളക്കടലായതുകൊണ്ട് പെട്ടെന്ന് കുതിർന്ന് കിട്ടും. വെള്ളത്തിലിട്ടാണ്ട് ഊറ്റിങ്ങാണ്ട് നമ്മളൊന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ച് കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്കുള്ള കറിവേപ്പില, മുളക്, അങ്ങനെ കുറച്ച് മഞ്ഞൾപ്പൊടി അങ്ങനെയൊക്കെ ചേർത്തിക്കണ്. മുളകൊന്നും നന്നായിട്ട് ചേർക്കൂല കേട്ടോ, കാരണം ചെറിയ മക്കളല്ലേ, അവർക്കൊന്നും എരിവ് പറ്റൂല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ചേർത്തിട്ടുള്ളൂ. പിന്നെ നമ്മളിതിങ്ങനെ വെള്ളമൊക്കെ ചേർത്തുകൊണ്ട് കുഴച്ചെടുക്കുക. മൈദപ്പൊടി പാകത്തിലിടുക, കടലമാവ് ഇട്ടുകൊണ്ട് പാകത്തിന് കുഴച്ചെടുക്കുക. വേണമെങ്കിൽ ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ അതും ചേർക്കുക. അതൊക്കെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മൾ പൊക്കവടൻ്റെ മാവിടെ റെഡി ആയിട്ടുണ്ടാവും, ഇനി മാറ്റി വെക്കുക. പിന്നെ ഇനി നമുക്ക് വേണ്ടത് സമൂസയാണ്. അപ്പോൾ സമൂസക്കുള്ള ഫില്ലിങ് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കറി ചെയ്ത അടുപ്പത്ത് നമ്മൾ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഉമ്മ ഇവിടെ പത്തിരി പരത്തുണ്ട്. അപ്പോൾ ഉമ്മക്ക് പരത്തി തന്നെ ചുടണം കേട്ടോ. അതെന്താ വെച്ചാൽ ഞാനാണെങ്കിൽ പ്രസ്സുമ്മൻ്റെ എളുപ്പപ്പണിയാണ്. പിന്നെ ഉമ്മ പത്തിരി ചുടാൻ നേരത്തെ പരത്താൻ നേരത്തെ ഇവിടെ എത്തും. ഞാൻ അങ്ങനെ അത് വാട്ടി കൊടുത്താൽ മതി, ബാക്കിയുള്ളതൊക്കെ ഉമ്മ കഴിച്ചു തരും. അത് കുഴക്കലും അതുപോലെ പരത്തലൊക്കെ ആയിട്ട്. പിന്നെ ഉമ്മ ഇപ്പോൾ ചുടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ആ സമയം സമൂസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് മേശമ്മക്ക് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ മേശയുടെ മെയിൻ അടുക്കളയിൽ തന്നെയാണ്, അപ്പുറത്ത് തന്നെയാണ്, ഹാളിലൊന്നല്ല. പിന്നെ മേശമ്മക്ക് പോന്നിട്ടുണ്ട്. ഉമ്മ അപ്പുറത്ത് എന്താ പറയുക പത്തിരി ചുട്ടുകൊണ്ട് നിൽക്കണുണ്ട്. സമൂസക്കുള്ള ഫില്ലിങ്ങിലും ഞാൻ ഉള്ളി അതുപോലെ ക്യാരറ്റ് ഇല്ല, ഇന്ന് പ്രാവശ്യം ചേർത്തില്ല, സാധാരണ ചേർക്കലുണ്ട്. ഞാൻ പച്ചക്കറി വാങ്ങാൻ പോയപ്പോൾ വാങ്ങാൻ മറന്നു. പിന്നെ അതിൽ ഉരുളൻകിഴങ്ങ് ഇട്ടിട്ടുണ്ട്, പിന്നെ പച്ചമുളക്, കറിവേപ്പില, അതുപോലെ ചിക്കന്, അങ്ങനെയൊക്കെയാണ് ഈ ഒരു ഫില്ലിങ്ങിൽ ചേർത്തിട്ടുള്ളത്. കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ പച്ചമുളക്, കറിവേപ്പില അങ്ങനത്തെയൊക്കെയാണ്. പിന്നെ മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ അതൊക്കെ ചേർക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ സമൂസക്ക് ഫില്ല് ചെയ്യണതിങ്ങനെ ചെയ്തു. അങ്ങനെ അതിങ്ങനെ മാറ്റി വെക്കുകയാണ്. ഈ ഒരു ഫില്ലിങ് കൊണ്ട് ഉണ്ടാക്കണ അത്ര ഉണ്ടാക്കും. എന്നിട്ട് ആവശ്യമുള്ളത് മാത്രം പൊരിച്ചെടുക്കും. ബാക്കി പിന്നെ ഫ്രിഡ്ജിക്ക് മാറ്റി വെക്കലാണ് കേട്ടോ ചെയ്യുക. അപ്പം നമുക്കൊന്ന് ഇത്ര കിട്ടിയിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ള ഓലഞ്ഞ് എടുത്ത് വെക്കണം. ബാക്കി വരുന്ന സമൂസൻ്റെ ഓല നന്നായിട്ട് കവർ ചെയ്തിട്ട് വേണം കേട്ടോ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനായിട്ട്. അല്ലെങ്കിൽ പിന്നെ ബലം വെച്ചിട്ട് നമുക്ക് പിന്നെ അടുത്ത തവണ ഉണ്ടാക്കുമ്പോൾ മടക്കാൻ കഴിയില്ല. അപ്പോൾ ഇങ്ങനെ പൊട്ടി പോരും. അപ്പോൾ നല്ലതായിട്ടൊരു പ്ലാസ്റ്റിക് കവറിലോ എന്തിനേലും ഇങ്ങനെ നന്നായിട്ട് പൊതിഞ്ഞിട്ട് ഒരു റബ്ബർ ബാൻഡൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അത് നന്നായിട്ടിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ബലം വെച്ചിട്ട് പൊട്ടിപ്പോവും. അങ്ങനെ ഞാൻ കവർ ചെയ്തെങ്ങാണ്ട് നമ്മൾ ഓല എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം പിന്നെ ഞാനാണ് കേട്ടോ പത്തിരി ചുടണത്. അപ്പോൾ പിന്നെ കുറച്ച് കോഴിക്കളൊക്കെ ഉണ്ട്. കോഴിക്കളെയൊക്കെ എന്തൊക്കെയോ കൂട്ടിലൊക്കെ ആക്കാൻ പോയിട്ടുണ്ട്. ആ സമയത്ത് തന്നെ ഞാൻ ഇവിടെ കറി തൂമിക്കാനുള്ള ഉള്ളിയും തൊലിച്ചെടുക്കുന്നുണ്ട്. ഞാൻ പിന്നെ എന്തെങ്കിലുമൊക്കെ ജോലീൻ്റെ ഒപ്പം വേറെ ജോലിയും കൂടി ഒപ്പത്തിനൊപ്പം ചെയ്യും. പിന്നെ അതുണ്ട് വിചാരിച്ചിങ്ങനെ നിൽക്കണ്ടല്ലോ, അതിനായിട്ട് വേറെ ടൈമും പോവില്ല. പിന്നെ പറഞ്ഞാൽ എൻ്റെ അടുക്കള ചെറുതായതെല്ലാം അടുത്തടുത്താണ് കേട്ടോ. അപ്പുറത്ത് ഗ്യാസ്, ഇപ്പുറത്ത് അടുപ്പ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കറി തൂമിക്കലും അതിനോടൊപ്പം കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, പത്തിരി ചുട്ടൽ കഴിഞ്ഞിട്ട്. പിന്നെ ഞാൻ അടുക്കളയൊക്കെ എൻ്റെ കോലാണിട്ടത്. ഇതൊക്കെ ക്ലീൻ ആക്കണം നമുക്ക്. അതിന് മുമ്പായിട്ട് പിന്നെ കുറച്ച് ചൊളാണ്ടി വിറകാണ്ട്, ചൊളാണ്ടി കുറുക്കുണ്ടാക്കുക. കുറുക്കല്ല, വെറുതെ വെള്ളം പോലെ ഇങ്ങനെ റെഡിയാക്കുക. പിന്നെ ജ്യൂസ് പകുതി അരയിൽ നിൽക്കുകയാണ്. അപ്പോഴത്തേനും കറണ്ട് പോയിട്ടുണ്ട്. ഇനി ബാക്കി കറണ്ട് വന്നിട്ട് ഇനി ഇതൊക്കെ ക്ലീൻ ചെയ്യൽ നടക്കുകയാണ്. അപ്പോൾ എൻ്റെ രാഗി ഉമ്മാക്കാണ് ഇട്ടത്. ഉമ്മ അങ്ങനെ കുടിക്കലുണ്ട് നോമ്പ് ഒറ്റ ക്ഷീണം മാറാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ക്ലീനിങ്ങിന് നിന്നു കേട്ടോ. പക്ഷേ പാത്രം കഴുകി പകുതി ആയപ്പോഴത്തേന് നമ്മളെ ബാങ്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെയാണ് എടുത്ത് വെച്ചതൊക്കെ. പിന്നെ ഇതാണ് നമ്മൾ അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ സംഭവങ്ങളാണ് കേട്ടോ. പക്ഷേ സംഭവം കാണുമ്പോൾ കുറച്ചുള്ളൂ, പക്ഷെ ഒരുപാട് മെനക്കെട്ടും കേട്ടോ ഇതിനൊക്കെ വേണ്ടിയിട്ട്. കാരണം കുട്ടികളെയും മക്കളും വെച്ചിട്ടില്ല നമ്മൾ അതിൻ്റെ അടുക്കുക, അവരും നോക്കണം, അടുപ്പത്തും നോക്കണം. എന്നാൽ തന്നെ 3:45 അടുക്കളയിൽ വന്നിട്ട് ഒരു ഒഴിവും കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ തുറന്നിട്ടാണ് കേട്ടോ പിന്നെ ബാക്കിയുള്ള ക്ലീനിങ് ഒക്കെ ചെയ്തത്. പിന്നെ ഇതാ മത്തൻ്റെ ഇലയൊക്കെ ഉണ്ട് ഇനി താളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ആകെ ക്ഷീണിച്ചിരിക്കുന്നു. പിന്നെ കുറച്ച് കഴിയട്ടെ എന്നിട്ട് വിചാരിച്ച് അങ്ങനെ വെച്ചേക്കാണ്. അടുപ്പത്ത് പിന്നെ ചോറ് വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ താളിക്കണം. പിന്നെ ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയ്ക്കില്ലേ. പിന്നെ ഉപ്പേരി വെക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പിന്നെ ആകെ ക്ഷീണിച്ചിട്ട് പിന്നെ വേണ്ടാന്നൊക്കെ വെച്ചു. പയറൊക്കെ ഉണ്ട് ഉപ്പേരിക്ക്, നാളെ ആക്കാമെന്നൊക്കെ വിചാരിച്ചു. ഇനി കുറച്ചുകൂടി നേരത്തെ നിൽക്കണം, അല്ലാതെ സംഭവം നടക്കില്ല. മറ്റേ ബാങ്ക് കൊടുത്തപ്പോഴത്തേനൊന്നും ആയിട്ടില്ല. ഞാൻ ആ സമൂഹം ഇതൊക്കെ ഫോട്ടോ എടുക്കട്ടെ. അപ്പോഴത്തേനും കുട്ടികളുടെ ഒന്ന് പകുതി ആയിട്ടുണ്ട്. ജ്യൂസൊക്കെ പകുതി ആയിട്ട് കുടിച്ചുകാണ്ട്. ഏതായാലും വീഡിയോ എടുത്തല്ലെങ്കിൽ ലാസ്റ്റ് ക്ലൈമാക്സ് പൊളിച്ചിട്ടുണ്ട് വിചാരിച്ചാണ്ട് ഇല്ലത് വെച്ച് എടുത്തതാണ് ഇതൊക്കെ.
ജ്യൂസൊക്കെ തിന്നിട്ട് തന്നെ പകുതി ആയിട്ടുണ്ട്. പിന്നെ സമൂസയൊക്കെ കുറച്ച് തിന്ന് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പൊക്കവടയാണ്, പിന്നെ വത്തയ്ക്ക, അങ്ങനെയൊക്കെ തന്നെ. അപ്പോൾ ഏതായാലും ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റത്തെ നോമ്പ് തുറ. പിന്നെ മെയിൻ കടി നമുക്ക് പത്തിരി തന്നെയാണ്. പത്തിരിയും ബീഫ് കറിയാണ്. അപ്പോൾ അത് പിന്നിട്ട് കഴിക്കുക. അത് നോമ്പ് തുറക്കുന്ന സമയത്ത്, ബാങ്ക് വെക്കുന്ന സമയത്താണ് ഇതൊക്കെ തിന്നുക. ഇതൊക്കെ കഴിഞ്ഞിട്ട് ക്ലീനിങ് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്നത്തെ കുറച്ച് എന്താ പറയുക, ഒരുപാട് ലേറ്റായി എന്നൊക്കെ തോന്നി. എന്തുമല്ല, നമ്മളിന്ന് അടുക്കളയിൽ കുറച്ചുകൂടി നേരത്തെ വരണമായിരുന്നു. എന്നാൽ പിന്നെ ബാങ്ക് കൊടുക്കുമ്പോഴത്തേന് എല്ലാ ജോലിയും തീർക്കേനി. ഇത് ബാങ്ക് കൊടുത്ത് പകുതിയായിട്ടും ജോലി ക്ലീനിങ്ങൊന്നും ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ല. ഏതായാലും നാളെ ഇനി കുറച്ചുകൂടി നേരത്തെ നിൽക്കണം. ഏതായാലും നാളെ എത്ര പണിയൊന്നും ഉണ്ടാവില്ല വിചാരിക്കണം. കാരണം ഇനി സമൂസ കുറച്ച് ബാക്കിയൊക്കെ ഉണ്ട്. പിന്നെ അതൊക്കെ ജ്യൂസ് അടിക്കാനൊക്കെ അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.